ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഫുൾ ഡേ വ്ളോഗാണ് കാണിച്ചു തരാൻ പോണത്. അതായത് ഇന്റേൺഷിപ്പിനുള്ള ഫുൾ ഡേ വ്ളോഗ്. അപ്പോൾ ഈ രാവിലെ എണീക്കുന്നതും അല്ലറ ചില്ലറ പണികളും, അതായത് ഇന്റേൺഷിപ്പിന് പോണതും വൈകുന്നേരത്തെ വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോണത്. രാവിലെ തന്നെ എണീറ്റ്, രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 10:30 ക്ലാസ് തുടങ്ങും. അപ്പോൾ ഞങ്ങളൊരു 10 മണിക്ക് എണീറ്റ് സാധനങ്ങളൊക്കെ ഒതുക്കി പുറത്തിറങ്ങി നോക്കുമ്പോണ്ട് ശ്വേത അവിടെ ചായ കുടിച്ച് നിൽക്കും. ശ്വേതക്ക് രാവിലത്തെ ഒരു കാലിച്ചായ അത് നിർബന്ധമാണ്. അത് എൻ്റെ ഫുഡ് ഞങ്ങൾ പുറത്ത് ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഡെയിലി 3 നേരം സുഖകരമായ നല്ല അടിപൊളി ഫുഡുമാണ് കിട്ടാറ്. 8 മണിക്ക് എണീപ്പിച്ച് മാറ്റിയാലേ ഇവൾ 10:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. അതുകൊണ്ട് ഓള വേഗം ഫുഡ് കഴിക്കാൻ വിടും. അപ്പോൾ രാവിലെ നല്ല പൊട്ടും ചെറുപയറുകറിയായിരുന്നു ഇന്നത്തെ ഫുഡ്. കോളേജിൽ 4500 രൂപ മാസം കൊടുത്തിട്ട് ഇത്ര അടിപൊളി ഫുഡ് എനിക്ക് കിട്ടിയിട്ടില്ല. സത്യം പറയില്ല, ഈ 3 നേരം നല്ല അടിപൊളി സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡിൻ്റെ ഒരു സങ്കടം, ഒരു മിസ്സിങ്ങോ ഒന്നുമില്ല. നമ്മൾ 4 ആൾ കഴിച്ചിട്ടും ഇത്രയും ഫുഡ് ബാക്കിയാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമേ സങ്കടമുള്ളൂ. എനിക്ക് വെള്ളം കുടിക്കുന്ന ശീലം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങി. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഈ രാവിലത്തെ ഒരുക്കങ്ങളാണ്. രാവിലെ ഇവിടെ ഒരു ജഗ പോകുകയാണ്. കാരണം ആകെ ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടി ഞങ്ങൾ 4 ആൾ മാറി ഇരുന്ന് മുഖം നോക്കുക, അതൊക്കെ സൺസ്ക്രീൻ ഇടുക, അങ്ങനത്തെ ഓരോരോ തിരക്കായിരിക്കും രാവിലത്തെ സമയം. എനിക്ക് ഒരു 7ാം ക്ലാസ് മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു കാർഡിയോ സർജൻ ആവണം, എന്നിട്ട് കോട്ടൊക്കെ ഇട്ടിങ്ങനെ ഉമ്മനെ പറ്റി സന്തോഷിപ്പിക്കണം എന്നൊക്കെ. പക്ഷേ MBBS നമുക്ക് നടക്കില്ല എന്നൊരു ബുദ്ധിയുള്ള പ്രായത്തിൽ ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആവുമ്പോഴുള്ള കോട്ട് ആയിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞാലേ PG കഴിഞ്ഞാലേ ആവും. പക്ഷേ ആ ഒരു മേഖലയിൽ എത്തിയിട്ട് നമുക്ക് കോട്ടൊരു ഉമ്മനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു പൊലിവാണ് എൻ്റെ മുഖത്തുകൾ കാണുന്നത്. കാരണം ഇത്രയും കാലമായിട്ടുള്ളൊരു കുഞ്ഞുകുട്ടീൻ്റെ ആഗ്രഹമായിരുന്നു ഒരു കോട്ടൊക്കെ ഇടണം എന്നുള്ളത്. ഇങ്ങനെയെങ്കിലും ഒരു വൈറ്റ് കോട്ട് ഇടാൻ പറ്റിയല്ലോ നമുക്ക്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടിപ്പുറത്താണ് ഞങ്ങളുടെ ഇന്റേൺഷിപ്പ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അതിരാവിലെ നീറ്റ് പണിയെടുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്നിറങ്ങുകയാണെങ്കിലും ഏറ്റവും ലാസ്റ്റ് ഇറങ്ങാൻ നീനു അല്ലെ ശ്വേതയായിരിക്കും. ഞാൻ വെച്ചൊരു 1/2 മണിക്കൂർ മുമ്പേ അവിടെ പോയി നിൽക്കേണ്ടി വരും. സത്യം പറയാലോ, എല്ലാവരും പറയും പാലക്കാട് ഭയങ്കര ചൂടാണ്. പക്ഷേ ഈ ഒരു ഇന്റേൺഷിപ്പ് ഞാൻ മനസ്സിലാക്കി തരാം. കോഴിക്കോട് നല്ല ചൂടുണ്ട്. പാലക്കാട് എനിക്ക് ഇത്ര ചൂട് തോന്നിയിട്ടില്ല. അത് എന്തുകൊണ്ടറിയില്ല. പിന്നെ അവിടെ AC ഉള്ളത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കണു. ആ പീക്ക് ചൂടിൻ്റെ സമയത്ത് മൊത്തം ഞങ്ങൾ ഇന്റേൺഷിപ്പിൻ്റെ ക്ലാസ്സിലായിരിക്കും. അതുകൊണ്ട് പിന്നെ ചൂട് ഞങ്ങൾ അറിയാറില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കാനും ഞങ്ങൾ റൂമിലോട്ട് വരും. ചില സമയത്ത് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തുറന്നാൽ മതി എന്ന താത്ത വിചാരിക്കുന്ന തോന്നുന്നു. അതുകൊണ്ട് ചില സമയത്ത് പാത്രം തുറക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. കഷ്ടപ്പെട്ട് തുറന്നാൽ എന്താ നല്ല അടിപൊളി ചൂടോടെയുള്ള മന്തിയായിരുന്നു ഇന്നത്തെ ഭക്ഷണം. ആരെയും ഉണ്ടാവും ഇങ്ങനെ മെസ്സിലെ ഫുഡിലൊക്കെ നല്ല അടിപൊളി മന്തിയൊക്കെ നമുക്ക് ഉണ്ടാക്കി തരാം. മന്തി നമ്മുടെ ദേശീയ ഭക്ഷണമാണ്. മന്തിയിൽ ചിക്കൻ ഇല്ലാതെ അതൊരു മന്തിയാവില്ല, മയണൈസ് ഇല്ലാതെ അതൊരു മന്തിയേ ആവില്ല. അങ്ങനെ നല്ല അടിപൊളി മന്തിയൊക്കെ വെച്ച് റാഹത്തായി. ഇനി ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോകണം. അപ്പോൾ പിന്നെ വാതിലൊക്കെ അടച്ച് പൂട്ടി ഇറങ്ങുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് മെയിനായിട്ട് ഈ കോട്ടിടലും സർട്ടിഫിക്കറ്റ് തരലും ഫോട്ടോ എടുക്കലും അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളിലായിരുന്നു. അതിനാണ് നീനു ഈ തമിഴ്നാട്ടിലെ കല്യാണത്തിനൊക്കെ പോണ മാതിരി ഒരുങ്ങി കെട്ടി വന്നത്. നീനു മാത്രമല്ല, ഞങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഫോട്ടോൻ്റെ കേട്ടപ്പോഴത്തേക്ക് ഓൾ അപ്പുറത്തെത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ, നമ്മൾ ആരെയും കൂട്ടാണ്ട്. അതാണ് നീനു, സെൽഫിഷ് നീനു എന്നാണ് ഞങ്ങൾ പറയാറ്. ഈ അവസരത്തിൽ എനിക്ക് ഇടയ്ക്കൊക്കെ യുവക്ഷേത്രയും അവിടുത്തെ ടീച്ചർമാരും മിസ് ചെയ്യാറുണ്ട്. ഏത് ഫോട്ടോ എടുക്കലാണെങ്കിലും മുമ്പിലെല്ലാം നിരന്ന് ഞങ്ങൾ മാത്രം നിൽക്കും. അതൊരു ശീലമാണ്. കുറേ പേര് ഇന്റേൺഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് മെസ്സേജ് ഉണ്ടായിരുന്നു. ഇങ്ങൾക്കാണ് ഞാൻ സെപ്പറേറ്റ് ഫുൾ വീഡിയോ ചെയ്തു തരുന്നതാണ് ഇന്റേൺഷിപ്പിനെ പറ്റി. കാരണം അഫ മാമിന് ഈ ഒരു നാട്ടിലുള്ളവർ മാത്രം അറിഞ്ഞാൽ പോരാ. മാം ലോകമെമ്പാട് അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പം ഒരു ഫുൾ വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. നെച്ചു ഈ പോക്കാണെങ്കിൽ അഫാസ് വെൽനസിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ഫോട്ടോ നെച്ചു എടുത്താലേ വൃത്തിയുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എവിടെ പോയാലും മെയിനായിട്ട് നിൽക്കാൻ ഞങ്ങളെ കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ നിന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ID കാർഡും കൂടി ഇല്ലെങ്കിൽ ആരേലും പറയും ഫസ്റ്റ് ഇയർ കുട്ടിയാണ്. ഇതാണ് ഞങ്ങളുടെ മൈത്രേയി മാം. ഈ നത്തോലി ഒരു ചെറിയ മീനല്ല പറയുന്ന മാതിരി ആള് കാണാൻ ചെറുതാണ്, ക്ലാസ് അത് അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളുടെ പൂക്കി പോസും കാര്യങ്ങളും ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി നേരം കൂടി ക്ലാസ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സിംഗിൾ ഫോട്ടോ എടുക്കണം. അങ്ങനെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് തൊട്ടിപ്പുറത്തൊരു തറവാട് വീടുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ അടിപൊളി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിവിടെ നിന്നാൽ മതി, ഫോൺ ഇവിടെ വെച്ചാൽ മതി. ഞാനാ കള്ളൻ. എന്താണ് ഇവിടെ പരിപാടി? കണ്ണുകുത്തി കളി കളിക്കുക. എന്നാ പോയി എണീക്കോ. നോക്കി, ഇവിടെ ഇത്രയും ചെറിയ കുട്ടികളുണ്ടായിട്ട് ഇവിടുത്തെ ഏറ്റവും മൂത്ത ആളെ എന്നെ കൊണ്ട് വരെ എണ്ണിപ്പിക്കണേ. ഓടി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്നത്തെ മെയിൻ പരിപാടി കണ്ണൂത്തി കളിയായിരുന്നു. കണ്ണുകെട്ടി തെറ്റേ, കണ്ണുകുത്തി കളിക്ക് കണ്ണു കെട്ടണമെന്നാ. നീനു വിളിക്കാൻ പോവാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155
ആരും തല പുറത്തേക്ക് ഇടരുത്, ഓളെല്ലായിടത്തും തിരയുന്നുണ്ട്. മരക്കൊമ്പി കാണും ശ്വേത, ഏതായാലും മരത്തിന്റെ മേലെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ പിന്നെ ഒരു 3-4 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ക്ഷീണിച്ചു. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി കിടന്നുറങ്ങി എന്നൊക്കെ പറഞ്ഞ പോലെ.